നമ്മൾ കേൾക്കാൻ പോകുന്നത് ലവ് സംബീഷൻ എന്ന ചൈനീസ് ഡ്രാമയുടെ 15ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ലേലം വിളിയിൽ ഹീറോയിൻ ജയിച്ചിട്ടുണ്ട്. ഹീറോയ്ക്ക് ഉള്ളിൽ പൈസ പോയതിന്റെ ഒരു വിഷമമുണ്ടെങ്കിലും എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ട് അവളെ ഒന്ന് അഭിനന്ദിക്കും. നീ നല്ലൊരു രീതിയിൽ ലേലം വിളിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് കൂട്ടുകാരി ജസ്റ്റ് ഒന്ന് മദ്യം അടിക്കാന്ന് വിചാരിച്ച് മാറി നിൽക്കുമ്പോൾ ഹീറോയിൻ അങ്ങോട്ട് വരും. ആ മോതിരം വാങ്ങിച്ചിട്ട് ആ മോതിരം കൊണ്ടുവന്ന് കൂട്ടുകാരിക്ക് കൊടുക്കും. ഞാൻ നിനക്ക് തരുന്ന ഗിഫ്റ്റാന്ന് പറഞ്ഞിട്ട്. കൂട്ടുകാരിക്ക് അവൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ഇത് വെറും ഡൊണേഷന് വേണ്ടിയാണ് ഈ മോതിരം വാങ്ങിച്ചത്, അല്ലാതെ എനിക്ക് ഈ മോതിരം വേണ്ടതുകൊണ്ടാണോ? ഈ മോതിരത്തിന് 3 മില്യൺ ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നാ നീ എടുത്തോന്ന് പറഞ്ഞ് നല്ല സ്നേഹത്തോടു കൂടി അവൾക്ക് അത് ഇട്ട് കൊടുക്കും. അവൾക്ക് മനസ്സിലാവത്തില്ല ഹീറോയിൻ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ഇനിയിപ്പോൾ അവളെ പുച്ഛിച്ചതാണെങ്കിലോ, ഈ മോതിരത്തിന് 3 മില്യൺ ഒന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ സ്നേഹത്തിൽ കൊടുത്തതാണെങ്കിലോ അതിനെന്തായാലും ചാൻസ് ഇല്ല. ഹീറോയിനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. മതി ഓവറാക്കി ചളാക്കണ്ടെന്ന്. ഹീറോയിൻ എന്നിട്ടും വിടത്തില്ല. കൊള്ളാല്ലേ, നമ്മുടെ സ്നേഹമുള്ള ഹസ്ബൻഡ് വൈഫാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുത്തെന്നൊക്കെ പറഞ്ഞ് ഹീറോയിൻ ഭയങ്കര സ്നേഹത്തോടു കൂടി നടന്നു പോവാണ് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരുടെ മുമ്പിലും പുഞ്ചിരിച്ചിട്ടാണ് പോകുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഹീറോയിൻ ന്യൂസ് വായിക്കാനായിട്ട് അവളുടെ കമ്പനിയിൽ പോകും. അവള് ന്യൂസ് വായിക്കുന്നുണ്ട്. ഈ നേരം മുത്തശ്ശിയുടെ വീട്ടിലിരുന്നിട്ട് ഹീറോയിൻ അന്നൊരു പ്രോജക്റ്റിന് പോയില്ലായിരുന്നു, മറ്റേ മണ്ണൊക്കെ വാരിയിടുന്ന പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിൽ അവളുടെ ഇന്റർവ്യൂ മുത്തശ്ശി കാണുന്നുണ്ട്. മുത്തശ്ശിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഹീറോയിൻ എന്തൊക്കെയോ വിഷമമുണ്ടെന്ന്. കാരണം മുത്തശ്ശിയല്ലേ അവളെ ചെറുപ്പം തൊട്ട് നോക്കിയത്, വളർത്തിയ ആൾക്കാർക്ക് അറിയത്തില്ലേ. അത് കണക്കന്നെ മുത്തശ്ശിക്ക് മനസ്സിലായി ഹീറോയിൻ എന്തൊക്കെയോ വിഷമമുണ്ടെന്ന്. ഈ നേരം ഹീറോയിൻ ആണെങ്കിൽ ന്യൂസൊക്കെ വായിച്ചു കഴിഞ്ഞ് അവളുടെ മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട് കണ്ണാടിയുടെ മുമ്പിൽ വന്നിരിപ്പുണ്ട്. കൂടെ വർക്ക് ചെയ്യുന്ന കൂട്ടുകാരി വന്ന് ഹീറോയിനെ വിളിക്കും. അടിപൊളിയായിട്ട് വായിച്ചു, എന്താ പറ്റിയേ, എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന്. പക്ഷേ ഹീറോയിൻ ഒന്നും മിണ്ടുന്നില്ല. അവൾക്ക് നല്ല ക്ഷീണം ഉള്ളതുപോലെ, എന്തോ ഒരു മനസ്സിന് വിഷമമുള്ളതുപോലെ. ഇത് മനസ്സിലാക്കിയ കൂട്ടുകാരി നിങ്ങൾ റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറിപ്പോകും. ഹീറോയിൻ മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന നേരത്ത് കണ്ണിലെ 2 ടിഷ്യൂ എടുത്ത് വെച്ചിട്ട് അവൾ അങ്ങിരുന്ന് കരയാൻ തുടങ്ങും. കാരണം അവൾക്ക് നല്ല വിഷമമുണ്ട്. നല്ലൊരു ജീവിതം കിട്ടിയെന്ന് വിചാരിച്ചായിരുന്നു, എന്നാൽ കിട്ടിയിട്ടില്ല. അത് വെറും അവളുടെ തോന്നൽ മാത്രമായിരുന്നു. ഈ നേരമായിരിക്കും മുത്തശ്ശി ഫോണിലോട്ട് വിളിക്കുന്നത്. കാരണം ഹീറോയിന്റെ ഇന്റർവ്യൂ മുത്തശ്ശി കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വിളിക്കുന്നത്. മുത്തശ്ശി വിളിച്ചിട്ട് മോൾക്ക് സുഖമാണോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോഴേ ഹീറോയിന്റെ കൺട്രോൾ പോകും. ഹീറോയിൻ അവിടെ ഇരുന്ന് കരയും. മുത്തശ്ശി കേൾക്കാതെ അവിടെ ഇരുന്ന് കരയും. മുത്തശ്ശി ചോദിക്കും, മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? മോൾ എന്താ ഇന്റർവ്യൂവിൽ അങ്ങനെ നിന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മുത്തശ്ശിയോട് പറ, നമുക്കത് സോൾവ് ചെയ്യാന്ന്. എന്നാൽ ഹീറോയിൻ ഒന്നുമില്ല എന്ന് പറയും. അവളുടെ കരച്ചിലൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നിന്റെ ഹസ്ബൻഡിനെയും കൂട്ടിക്കൊണ്ട് എങ്ങോട്ടെങ്കിലൊക്കെ കറങ്ങാൻ പോകണമെന്ന്. എന്നാൽ അവളുടെ ഹസ്ബൻഡ് മഹാമോശമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. മുത്തശ്ശിക്ക് വിഷമാവത്തില്ലേ? മുത്തശ്ശി പറയും, നീ വിഷമിക്കാനൊന്നും പാടില്ല. എത്ര നാൾ മുത്തശ്ശി ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും മുത്തശ്ശിക്ക് നിന്നെ സമാധാനപ്പെടുത്താൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. മോൾ എപ്പോഴും നല്ല സന്തോഷവതിയായിരിക്കണം. മുത്തശ്ശിക്ക് വാക്കുതാ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഹീറോയിൻ ഒന്നും കൂടെ വിഷമാവും. മുത്തശ്ശി മരിച്ചു പോകുന്നാണ് മുത്തശ്ശി ഉദ്ദേശിച്ചത്. ഹീറോയിൻ ആണെങ്കിൽ ഫോണും കയ്യിൽ പിടിച്ചിരുന്ന് അവിടെ ഇരുന്ന് പൊട്ടിക്കരയും. ആകെ ഉള്ളത് മുത്തശ്ശിയാണ്. ജോലിയെല്ലാം കഴിഞ്ഞ് ഹീറോയിൻ കാർ എടുത്ത് അവളുടെ വീട്ടിൽ വരും. മുത്തശ്ശി അവൾക്ക് ഒരു സിറപ്പ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതെടുത്ത് കഴിക്കാന്ന് വിചാരിച്ചു വന്ന് ഫ്രിഡ്ജ് തുറക്കും. അതിനകത്ത് സിറപ്പ് ഇരിപ്പുണ്ട്. എന്നാ പിന്നെ കഴിക്കാന്നും പറഞ്ഞത് എടുക്കുമ്പോഴത്തേക്കും കയ്യിൽ നിന്ന് സ്ലിപ്പായി തറയിൽ പോകും. അവൾക്ക് നല്ല വിഷമാവും. കാരണം മുത്തശ്ശി കൊടുത്തുവിട്ട സിറപ്പല്ലേ. പിറ്റേ ദിവസം തന്നെ ഹീറോയിൻ വണ്ടി കയറി മുത്തശ്ശീനെ കാണാനായിട്ട് വീട്ടിൽ വരും. എന്നാൽ വീട്ടിൽ വന്ന് കൊട്ടി നോക്കിയിട്ടൊന്നും ആരെയും കാണുന്നില്ല, ആരുമില്ല. മുത്തശ്ശി എന്ന് വിളിച്ച് ചുറ്റും നടക്കും. അവരുടെ നാട്ടിൽ മുത്തശ്ശി എന്നല്ല കേട്ടോ വിളിക്കുന്നത്, ലാളാ എന്നാണ് വിളിക്കുന്നത്. കേൾക്കാൻ നല്ല രസമുണ്ട്. നമ്മൾ വിളിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരുന്നില്ല, പക്ഷെ അവള് വിളിച്ചപ്പോൾ നല്ല രീതിയിൽ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ലാളാ എന്ന് പറഞ്ഞിട്ട്. ഹീറോയിൻ മുത്തശ്ശിയെ തിരക്കി അവിടെ നടക്കുമ്പോൾ ഒരു നെയ്ബർ ലേഡി അങ്ങോട്ട് വരും. ഹീറോയിനോട് പറയും, മുത്തശ്ശി കഴിഞ്ഞ രാത്രി തലയിറങ്ങി വീണു, അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുവാണെന്ന്. ഏത് ഹോസ്പിറ്റലിലാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി ഹീറോയിൻ വെപ്രാളപ്പെട്ട് ആ ഹോസ്പിറ്റലിലോട്ട് ഓടും. അവിടെ ചെന്ന് നോക്കുമ്പോൾ മുത്തശ്ശിയെ നോക്കാനായിട്ട് അവിടെ അച്ഛനും അമ്മയും ഇരിപ്പുണ്ട്. എന്നാൽ അച്ഛനും അമ്മയൊന്നും മൈൻഡ് ചെയ്യാതെ ഹീറോയിൻ ഓടി ചെന്ന് മുത്തശ്ശീനെ വിളിക്കും. എന്നാലും മുത്തശ്ശിക്ക് ബോധമില്ല. അമ്മ പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് കുഴപ്പമില്ല, ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പതി എണീറ്റോളൂ എന്ന്. ഹീറോയിൻ അവളുടെ പേരൻസിനോട് പറയും, നിങ്ങൾ ഇവിടെ ഇരിക്കണ്ട, മുത്തശ്ശീനെ നോക്കാൻ ഞാനുണ്ട്, നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ എന്ന്. എന്നാൽ പേരൻസിന് പോകണമെന്നില്ല, നമ്മൾ നിന്റെ കൂടെ നിൽക്കാന്ന് പറയുമ്പോൾ ഹീറോയിൻ വേണ്ടാന്ന് പറയും. എന്നാൽ പിന്നെ നാളെ രാവിലെ ഞങ്ങൾ രണ്ടുപേരും വരാമെന്ന് പറഞ്ഞിട്ട് പേരൻസ് അവിടെ നിന്ന് പോകും. ഈ പേരൻസിനെ കാണുമ്പോൾ എനിക്ക് വിഷമായി. അവർ ചെയ്തതിലും തെറ്റുണ്ട്, എന്നാലും അറിയില്ല, ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടല്ലേ, അതുകൊണ്ടാണ്. ഞാനൊരു പേരൻ്റൊന്നും അല്ല കേട്ടോ, പക്ഷേ എനിക്കെന്തോ വിഷമം തോന്നി. ചിലപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമായിരിക്കാം, വേറെ ആൾക്കാർക്ക് വിഷമം തോന്നത്തില്ല. നമ്മൾ അതിൽ ഡിബേറ്റ് നടത്തിയിട്ട് കാര്യമില്ല. ഹീറോയിൻ ആണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്ത് വന്നിരുന്നിട്ട് കയ്യിൽ പിടിച്ചിരുന്ന് കരയും. കാരണം അവൾക്ക് ഒരുപാട് വിഷമമുണ്ട്. അതുമല്ല, അവൾ എല്ലാ കള്ളങ്ങളും ഇവിടെ വെച്ച് നിർത്തിയാലോ എന്ന് തീരുമാനിക്കും. എന്ത് കള്ളങ്ങൾ? ഹീറോയായിട്ട് കള്ളത്തരം പറഞ്ഞ് കല്യാണം നടത്തിയില്ലേ, അതിനി വേണ്ടാന്ന് വെച്ചിട്ട് ഡിവോഴ്സ് ചെയ്യാന്ന് അവള് തീരുമാനിക്കും. എന്തിനാണ് ഇനി ഇങ്ങനെ ജീവിക്കുന്നതെന്ന്. രാത്രിയാകുമ്പോൾ മുത്തശ്ശിക്ക് ബോധം വന്നിട്ടുണ്ട്. ഹീറോയിൻ അവിടെ എന്തോ പണിയെടുക്കുകയാണ്. മുത്തശ്ശി വിളിക്കും, നീ എന്തിനാ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേന്ന്. മുത്തശ്ശി നിങ്ങൾ എണീറ്റോ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലും. മുത്തശ്ശി കട്ടില് നേരെയാക്കാൻ പറയും. അതിങ്ങനെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന കട്ടിലാണ്, നേരെയും ചരിച്ചൊക്കെ ഇടാൻ പറ്റും. മുത്തശ്ശീനെ എണീപ്പിച്ചിരുത്തിയിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കും. മുത്തശ്ശി പറയും, മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ മുത്തശ്ശിയോട് പറ, എന്തിനാണ് ഉള്ളി ഒതുക്കുന്നതെന്ന്. എന്നാൽ ഹീറോയിൻ അതിന് മറുപടി പറയുന്നില്ല. മുത്തശ്ശി നിങ്ങൾ സിറ്റിയിലോട്ട് വരുന്നോ എന്റെ കൂടെ താമസിക്കാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയും, ഞാൻ ചെറുപ്പം മുതൽ ഇവിടാണ് വളർന്നത്, ഇനി ഞാൻ എങ്ങനെ സിറ്റിയിൽ പോയി ജീവിക്കുന്നത്, എനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ല എന്ന്. ചിലപ്പോൾ ഹീറോയിൻ മുത്തശ്ശിനെ വിളിച്ചുകൊണ്ട് സിറ്റിയിൽ പോവായിരിക്കും, അറിയാൻ പാടില്ല.
പാടില്ല. എന്തായാലും ഇപ്പം ഹീറോയിൻ മുത്തശ്ശിയുടെ വയറ്റിൽ ചാരി കിടന്ന് ഉറങ്ങുകയാണ്. മുത്തശ്ശി ഉറങ്ങുന്നുണ്ട്. മുത്തശ്ശി ഉറങ്ങുന്ന സമയം ഹീറോയിന്റെ തലോടി കൊടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോനെ കാണാനായിട്ട് അവൻ ഏർപ്പാടാക്കിയ വക്കീൽ വന്നിട്ടുണ്ട്. ആ സുന്ദരം വക്കീലില്ലേ, ആ വക്കീല് തന്നെ. ആ വക്കീല് വന്നിട്ട് എന്തോ ഒരു ഡോക്യുമെന്റും കൊടുക്കും. ഹീറോയിനോട് പറയുകയും ചെയ്യും, ഹീറോയിൻ ഒരു ഡിവോഴ്സ് വക്കീലിനെ കാണുന്നുണ്ട്, ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഡിവോഴ്സ് ഉടനടി നടക്കാൻ പോവായിരിക്കും, അതൊന്ന് കരുതിയിരുന്നോളാം. എന്നാൽ ഹീറോയ്ക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഹീറോയിൻ അവളുടെ കരിയർ കളഞ്ഞിട്ട് എന്തായാലും ഡിവോഴ്സ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ അത്രയും കോൺഫിഡൻസ് ഉണ്ട്. വക്കീലിനെ അവിടെ നിന്ന് പറഞ്ഞുവിടും. വക്കീല് പോയതിനു ശേഷം അവൻ ടെൻഷൻ പുറത്ത് കാണിക്കും. അവൻ ഇപ്പൊ പേടിയുണ്ട്, ഹീറോയിൻ അങ്ങനെ ചെയ്യുമെന്നുള്ളൊരു പേടിയെ. രാത്രിയാകുമ്പോൾ ഹീറോയിനെ വന്ന് കാണും. ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കും, ആ ഡോക്യുമെന്റ് അവന് സൈൻ ചെയ്യാനായിട്ട്. എന്നാൽ ഇത് കാണുന്ന ഹീറോ ചോദിക്കും, നീ ഡിവോഴ്സ് ചെയ്യുന്നെന്ന് ഉറപ്പാണോ? എല്ലാം നഷ്ടപ്പെട്ടു പോകും, നിന്റെ ആങ്കറിങ് നഷ്ടപ്പെട്ടു പോകും, നിന്റെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പോകും, കാറ് നഷ്ടപ്പെട്ടു പോകും, എല്ലാം ഞാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ടു പോകും, നീ ഡിവോഴ്സ് ചെയ്യുന്നെന്ന് ഉറപ്പാണോ? ഹീറോയിൻ ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവൻ ഫോൺ എടുത്തിട്ട് ഹീറോയിന്റെ ബോസ് ഇല്ലേ, ആ ബോസ് ഹീറോയിനെ ആങ്കർ ആക്കി എന്തിനാണ്? ഹീറോ പൈസ കൊടുത്തോണ്ടല്ലേ കമ്പനിക്ക്. അതിനി പൈസ കൊടുക്കത്തില്ല എന്ന് ഹീറോ മെസ്സേജ് ഇട്ടിട്ട് സെൻഡ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. എന്നാൽ കൈ വിട്ടാല് സെൻഡ് ആവും, സെൻഡ് ബട്ടൺ ഞെക്കിയാൽ മാത്രം. ഹീറോയിനെ അത് കാണിച്ച് മിരട്ടും, ഞാൻ ഇത് അയക്കട്ടോ എന്ന് ചോദിച്ചിട്ട്. ഹീറോയിൻ പതിയെ അവളുടെ ഫോൺ എടുത്തിട്ട് കൂട്ടുകാരിയെ വിളിക്കും. കൂട്ടുകാരിയെ വിളിച്ചിട്ട് അവളോട് പറയും, നീ എന്റെ ഹസ്ബൻഡിനെ ശല്യം ചെയ്യാൻ പാടില്ല, അതെന്റെ ഹസ്ബൻഡാണ്, ഒരു കുടുംബം അങ്ങനെ തകർക്കാൻ പാടില്ല, നീ അങ്ങനെ ചെയ്യില്ലെന്ന് പറയുമ്പോൾ അവള് തിരിച്ചു ചൂടാവും. ഇത് പറയാൻ നീ ആരാണ്? ഞാൻ ലണ്ടനിൽ നിന്ന് ഇങ്ങ് വന്നത് തന്നെ ഹീറോന്റെ കൂടെ താമസിക്കാനാണ്, അവനെ സ്നേഹിക്കാനാണ്, എന്നിട്ട് നീ ഇങ്ങനെ പറയണ്ട, ഞാൻ എനിക്ക് തോന്നി എനക്ക് ജീവിക്കും എന്നൊക്കെ പറയുമ്പോൾ ഹീറോയിൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഫോൺ കട്ട് ചെയ്യും. അവൾ എന്തിനാണ് ഇപ്പൊ കൂട്ടുകാരി വിളിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഹീറോയിൻ ഡിവോഴ്സ് ചെയ്യുന്ന ഉറപ്പാണ്. ഹീറോയിൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇറങ്ങിപ്പോകും. അവളുടെ ആങ്കറിംഗ് ജോലി പോയാലും അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഹീറോയും അവിടെ ടെൻഷൻ അടിച്ചിരിപ്പുണ്ട്. കാരണം ഇത് പുറത്തറിയുകയാണെങ്കിൽ വലിയ വിഷയമായിട്ട് മാറും. അതുമല്ല ഹീറോയിൻ പറഞ്ഞിട്ടുണ്ട്, ഒറ്റ രൂപ പോലും അവൾക്ക് കോമ്പൻസേഷൻ ആയിട്ട് വേണ്ടാന്ന്. ഈ പ്രോജക്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഹീറോ തന്നെ അവളെ ഡിവോഴ്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ കോമ്പൻസേഷനും കൊടുത്തിട്ട്. എന്നാൽ അവൾക്ക് ഒരു രൂപ പോലും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങി പോവുകയാണ്. ഹീറോയിൻ നേരെ ചെല്ലുന്നത് അവളുടെ സിസ്റ്ററിനെ കാണാനായിട്ടാണ്. എന്നാൽ സിസ്റ്റർ അവരുടെ കൂട്ടുകാരികളുമായിട്ട് ഓടി പോകുന്നുണ്ട്. ഓടിയെല്ലാം നടന്നു പോകുന്നുണ്ട്. അവര് നല്ല സന്തോഷത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ സിസ്റ്ററിനെ ശല്യപ്പെടുത്താനായിട്ട് ചെല്ലുന്നില്ല. അവൾ ദൂരെ നിന്ന് സിസ്റ്ററിനെ നോക്കും. അവൾ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അങ്ങോട്ട് ഡോക്ടർ വരും. ഡോക്ടർ വന്നിട്ട് എന്താ ഇവിടെ നിൽക്കുന്നത്, ഭാഗത്ത് വന്നൂടെ എന്ന് ചോദിക്കും. സിസ്റ്ററിനെ കാണാൻ വന്നയാണോ? ഇത് കേൾക്കുന്ന ഹീറോയിൻ പറയും, വേണ്ട, സിസ്റ്റർ പുറത്തോട്ട് പോകുന്ന കണ്ടു, അതുകൊണ്ട് ഞാൻ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചു എന്ന്. അതുമല്ല ഈ സിസ്റ്ററിന്റെ കാര്യമൊക്കെ പറയും. ഡോക്ടർ ആണെങ്കിൽ സിസ്റ്ററിന്റെ കാര്യമൊക്കെ അന്വേഷിക്കാറുണ്ട്, സിസ്റ്ററിന് ട്യൂഷൻ എടുക്കാറുണ്ട്, ട്യൂഷനൊക്കെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലാസ്സിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അവിടെ പഠിപ്പിക്കുന്ന സാറിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോവാണ്. ഇത് കേൾക്കുമ്പോൾ ഹീറോയിന് നല്ല സന്തോഷവും. ഹീറോയിൻ ഡോക്ടറിനോട് പറയും, സിസ്റ്ററിനെ നല്ല രീതിയിൽ നോക്കണേ എന്ന്. ഡോക്ടറും അതിന് സമ്മതിക്കും. നിന്നെ ഞാൻ അങ്ങോട്ടാക്കാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഹീറോയിന്റെ പിറകെ ചെല്ലും. കാരണം ഡോക്ടറിന് വേസ്റ്റ് കളയണം. ഹീറോയിന്റെ കൂടെ പോയിട്ടാണ് വേസ്റ്റ് കളയുന്നത്. പിറ്റേ ദിവസം ഹീറോയിൻ അവളുടെ പഴയ അപ്പാർട്ട്മെന്റിൽ ചെല്ലും. അവൾ നേരത്തെ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റ്, കല്യാണത്തിന് മുമ്പ് താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റ്. അവിടുത്തെ ലേഡിയുടെ ചെന്ന് ചാവി വാങ്ങും. അതുപോലെ തന്നെ ആ ലേഡി ഓരോ ഡിമാൻഡ് ഒക്കെ പറയും. പഴയ ഡിമാൻഡ് തന്നെയാണ്, അതിപ്പോഴും മുൻപോട്ട് പോകണമെന്ന് പറയും. ഏതോ 6 മാസത്തെ വാടക ഒരുമിച്ച് കെട്ടണം, അതുപോലെ തന്നെ എന്തൊക്കെ ഡിമാൻഡ് ഒക്കെ പറയുന്നുണ്ട്. ഹീറോയിൻ പഴയ ഓർമ്മകളൊക്കെ ആയിട്ട് അവിടെ പോയിരിക്കും. ഈ നേരം ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഹീറോയും ഒരുമിച്ച് നിൽക്കുന്ന വെഡിങ് ഫോട്ടോ ഇല്ലേ, അതിന്റെ മുമ്പിൽ വേറൊരു ഫോട്ടോ കൊണ്ടുവയ്ക്കും. അവൻ അവളെ കാണുന്നത് ഇഷ്ടമല്ല, ഇനി ആ ഓർമ്മകൾ വരാതിരിക്കാനാണ് അങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നത്. അവൻ അവളെ ഇഷ്ടമല്ല, പിന്നെന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ കാണുമല്ലേ. കട്ട് ചെയ്താൽ രാത്രിയാവാണ്. രാത്രിയാവുമ്പോൾ ഡോക്ടറിന് അവന്റെ സുപ്പീരിയർ ഓഫീസർ വിളിക്കും. ഓഫീസർ അല്ല, സുപ്പീരിയർ ഡോക്ടറാണ്. ഡോക്ടർ വിളിച്ചിട്ട് അവനോട് പറയും, അടുത്ത സർജറി ഉടനെ വരാൻ പോവാണ്, നോക്കിയും കണ്ട് ചെയ്യണം. അവരുടെ പേരൻസിന് നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ സർജറി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ അവർ വലിയ പ്രശ്നമാക്കി മാറ്റുമെന്ന്. ഇതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. ഡോക്ടറിനാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് അവന്റെ ഡ്രോയർ തുറന്ന് കുറച്ച് ബലൂൺ എടുക്കും. ആ ബലൂൺ ഊതിപ്പെരിപ്പിക്കും, അതിനെ പറത്തി വിടും. അങ്ങനെ അവൻ കുറെ സ്ട്രെസ് കളയും. കുറെ ബലൂൺ അങ്ങനെ പറത്തുന്നുണ്ട്. കുറെ നേരം കഴിയുമ്പോൾ ഡോറിൽ വന്ന് ആരോ കൊട്ടും. ഇവൻ ബലൂണും പെരുകി അങ്ങോട്ട് ചെല്ലും. അതെന്ന് വെച്ചാൽ വേറെ ആരുമല്ല, നമ്മുടെ സിസ്റ്ററാണ്. സിസ്റ്റർ വന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവന്റെ കയ്യിലിരിക്കുന്ന ബലൂൺ പറന്നു പോകും. സിസ്റ്ററിന് മനസ്സിലാവത്തില്ല. നീ സ്ട്രെസ് കളയാനാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് സിസ്റ്റർ ചോദിക്കുമ്പോൾ അതേന്ന് പറയും. സിസ്റ്റർ നോക്കുമ്പോൾ അകത്ത് മൊത്തം ബലൂൺ കിടക്കുകയാണ്. ഇവന് നല്ല സ്ട്രെസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സിസ്റ്റർ അകത്ത് കയറിയിട്ട് നാളത്തെ സർജറിയുടെ കാര്യമാണോ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ കാരണമെന്ന് ചോദിക്കും. അവൻ അതേന്ന് പറയും. എന്നാ പിന്നെ നീ വന്നേ, നിന്റെ സ്ട്രെസ്സൊക്കെ ഞാൻ കളയാന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ അവനെയും വിളിച്ചുകൊണ്ട് പുറത്തോട്ട് പോകും. അവന് ആദ്യം വിശ്വാസം ഇല്ലായിരുന്നു സിസ്റ്ററിനെ. ഇനിയിപ്പോൾ അവന്റെ കിഡ്നി വൃക്ക എടുത്ത് വിറ്റാലോ കൊണ്ടുപോയിട്ട്. എന്നാലും സിസ്റ്ററിന്റെ പിറകെ ചെല്ലും. ഇവനും സിസ്റ്ററും കൂടെ ഒരു പാർക്കിലാണ് ചെല്ലുന്നത്. ഈ തീം പാർക്കില്ലേ, അങ്ങനത്തെ പാർക്ക്. അവിടെ ചെന്നിട്ട് ഓരോ റൈഡിലൊക്കെ കയറും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിയും ഐസ്ക്രീം കഴിക്കും. നല്ല രസമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് സിസ്റ്റർ ഡെലിവറി ബൈക്ക് എടുക്കും. അതിനകത്ത് ഇവനെയും കയറ്റും. രണ്ടുപേരും കൂടെ ബൈക്ക് ഓടിച്ച് പോവാണ്. രാത്രി ഇറങ്ങിയതാണ് ഇവര്, രാവിലെ ആയിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ ഇത്. ഏത് രാത്രി ഇറങ്ങി പോയിട്ട് പകലോരിങ്ങനെ ഉറക്കം എണീറ്റിരിക്കുന്നത്. ചുമ്മാ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നതല്ല, ഇങ്ങനെ പുറത്തൊക്കെ പോകുന്നത് നല്ല രസമാണ്. കൂടെ 2-3 കൂട്ടുകാരെയൊക്കെ കൂട്ടിയിട്ട് വേണം പോകാൻ, ഇല്ലെങ്കിൽ പ്രശ്നവും. പുറത്ത് കുറെ പ്രശ്നമൊക്കെ ഇല്ലേ, ഒറ്റയ്ക്ക് ചെന്ന് കയറുവാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും പോകുന്ന സമയത്ത് അവൻ വിളിച്ചു പറയും, നിന്റെ കൂടെ പങ്കിടുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സമാധാനം കിട്ടുന്നുണ്ടെന്ന്. ചിലപ്പോൾ ഇവർ രണ്ടൊരു പ്രണയത്തിലായിരിക്കാം,
അറിയാൻ പാടില്ല. കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഒരു ഹെയർ സലൂണിൽ വന്നിട്ടുണ്ട്. അവളുടെ കാർഡിൽ കിടക്കുന്ന പൈസ പിൻവലിക്കണമെന്ന് പറയും. ആ കാർഡിൽ കുറച്ച് പൈസ കിടപ്പുണ്ട്. അവൾക്ക് സലൂണിൽ വരാനായിട്ട് അത് പിൻവലിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്, അവളുടെ അക്കൗണ്ടിലോട്ട് ആക്കാനായിട്ട്. അത് വന്ന് അവൾ പിൻവലിക്കും. എന്നാൽ അവളുടെ അക്കൗണ്ടിലോട്ട് പൈസ കയറുന്നില്ല, കാരണം ഹീറോന്റെ അക്കൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ലേഡി പറയും ഹീറോന്റെ അക്കൗണ്ടിലാണ് കയറിയിരിക്കുന്നതെന്ന്. ഓ, ഞാൻ അത് മറന്നുപോയെന്ന് ഹീറോയിൻ കള്ളം പറയും. ഹീറോയിന്റെ അക്കൗണ്ടിൽ പൈസ കയറിയിട്ടില്ല. പിന്നീട് ഹീറോയിൻ പോയി കാണുന്നത് ഡിവോഴ്സ് വക്കീലിനെയാണ്. അവൾ അതുവഴി നടന്നു പോകുമ്പോൾ അവിടെ തന്നെ മറ്റേ ആ പെൺകുട്ടി ഇരിപ്പുണ്ട്. ആരാണ്? അഹങ്കാരി ഇല്ലേ? അഹങ്കാരി അവിടെ ഇരിപ്പുണ്ട്. അവളുടെ അമ്മയുടെ കൂടെ ഏതോ ഒരു പയ്യൻ കൂടിയിട്ടുണ്ട്. അമ്മയെക്കാട്ടിയും 16 വയസ്സ് എളുപ്പമാണ്. അവൻ പണത്തിന് വേണ്ടിയാണ് അമ്മയുടെ കൂടെ കൂടിയിരിക്കുന്നത്. എന്നാൽ അമ്മയ്ക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അമ്മയുടെ ഓരോ പണമായിട്ട് അവൻ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടിക്ക് ഇനി അത് കിട്ടത്തില്ലെന്ന് ഒരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വക്കീലിനെ കാണാൻ വന്നതാണ്. വക്കീൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴായിരിക്കും ഈ പെൺകുട്ടി ഹീറോയിൻ പോകുന്നത് കാണുന്നത്. അവൾക്ക് ഉറപ്പായി ഹീറോയിൻ ഡിവോഴ്സ് ചെയ്യാൻ പോവാണ്. ചുമ്മാ എന്തിനാ ഡിവോഴ്സ് വക്കീലിനെ കാണുന്നത്? പിന്നെന്താ നടക്കുക? ഇത് ഹീറോയിന്റെ ഓഫീസിൽ മൊത്തം പരക്കുന്നുണ്ട്. എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് ഹീറോയിൻ ഡിവോഴ്സ് വക്കീലിനെ കാണാൻ പോയിട്ടുണ്ട്, എന്തായാലും അവര് തമ്മിൽ ഡിവോഴ്സ് ആവാൻ പോവാണെന്ന്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം പറയുന്നുണ്ട്. ഈ നേരം ഹീറോനെ കൂട്ടുകാരിയുടെ അച്ഛൻ വിളിച്ചു വരുത്തിയെന്ന് പറഞ്ഞിട്ട് അച്ഛനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ആ ഹോട്ടലിൽ വന്ന് നോക്കുമ്പോൾ അച്ഛനൊന്നുമില്ല, ആ കൂട്ടുകാരി മാത്രമേ ഉള്ളൂ. കൂട്ടുകാരി എവനുമായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ചു വരുത്തിയതാണ്. പിന്നെ ഞാൻ ഫാ എന്ന് പഴയത് കണക്ക് പറയാൻ പോവാണ്, കാരണം ഞങ്ങൾ സൗതേൺ കേരളയാണ്, അതുകൊണ്ടാണ് ഫാ പറയുന്നത്. ഈ നോർത്തിലുള്ള ആൾക്കാരാണ് ബാ ബാ എന്ന് പറയുന്നത്. എനിക്കറിയില്ല ഏതാ ശരി ഏതാ തെറ്റെന്നൊന്നും, പക്ഷേ ഇതെന്റെ ഭാഷയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾക്ക് വേണ്ടി കുറെ ഞാൻ മാറി ബാ ബാ പറഞ്ഞ് ഇപ്പൊ ഇടയ്ക്ക് ബായൊക്കെ വായിൽ വരും. പക്ഷേ ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ പറയാന്ന് വെച്ചു. ഇപ്പൊ തന്നെ കമന്റിൽ കുറെ വരും ബായല്ല ബായാന്ന്. കുഴപ്പമില്ല, ഞാൻ അതിനെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും. വീണ്ടും കഥയിലോട്ട് വന്നാല് ഹീറോ വന്ന് നോക്കുമ്പോൾ അവള് മാത്രമേ ഉള്ളൂ. അവന് ദേഷ്യം വന്നിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഈ പെൺകുട്ടിയാണെങ്കിൽ അവന്റെ പിറകെ ചെല്ലും. നില്ല്, ഭക്ഷണം കഴിച്ചിട്ട് പോ, നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. എന്നാൽ അവൻ കേൾക്കുന്നില്ല. ഈ നേരം ഹീറോയിൻ ആ കെട്ടിടത്തിൽ വന്നിട്ടുണ്ട്, ആ സെയിം ഹോട്ടലിൽ. അവൾക്ക് എന്തോ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട കാര്യം ഇവിടെ ചെയ്യണം, അവളുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അവൾ വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഹീറോയിന്റെ കയ്യിൽ അവള് പിടിച്ചിട്ടുണ്ട്. ഇത് കാണുന്ന ഹീറോയിന് സയ്യോ ഒരിക്കലും ഇല്ല. അവള് പതിയെ അവളുടെ അടുത്ത് വരും. എന്നിട്ട് അവളുടെ മുടിയിലൊന്ന് തലോടും. മുഖം നോക്കി ഒറ്റ അടിയാണ്. നമ്മൾ തമ്മിൽ ഡിവോഴ്സ് ആവാൻ പോകുന്നതല്ലേ ഉള്ളൂ, ഇതുവരെ ഡിവോഴ്സ് ആയിട്ടില്ല. അതുവരെ നീ തേർഡ് പാർട്ടിയാണ്. മനസ്സിലായോ തേർഡ് പാർട്ടി എന്താണെന്ന്? അവിഹിതയില്ലേ, അത് തന്നെ. അതുകൊണ്ട് തന്നെ കൂടുതൽ വിളയാൻ നിൽക്കണ്ട, ഇനി വിളഞ്ഞാൽ ഇനി അടി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകും. ഹീറോയിന്റെ പിറകെ കൂട്ടുകാരിയും പിന്നെ വേറെ കുറച്ച് ആൾക്കാരും പോകും. ഹീറോ ഒന്നും മിണ്ടില്ല കേട്ടോ ഇതിന്റെ ഇടയിൽ. ഹീറോ മിണ്ടാതെ നിൽക്കും. അവള് പറഞ്ഞത് ശരിയല്ലേ, നിനക്കൊരു അടിയുടെ കുറവുണ്ടായിരുന്നു, നീ തേർഡ് പാർട്ടി എന്നാന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകും. ഈ പെൺകുട്ടി അങ്ങ് വല്ലാണ്ടായി പോകും. എവളെ അടിച്ചിട്ട് ഹീറോ പ്രതികരിച്ചില്ലല്ലോ, അല്ലെങ്കിൽ പ്രതികരിക്കേണ്ട കാര്യമില്ലായിരുന്നു, ഹീറോയ്ക്ക് ഇവിടെ ഒരെണ്ണം കൊടുക്കണമായിരുന്നു. പിന്നീട് ഹീറോയിൻ ഓഫീസിൽ പോയിരിക്കുകയാണ്. അവള് നല്ല വിഷമത്തിൽ അവളുടെ വെഡിങ് ഫോട്ടോയ്ക്ക് നോക്കുന്നുണ്ട്. അവൾക്ക് നല്ല വിഷമാവുന്നുണ്ട്. അവൾ അങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ച് അവിടെ ഇരിക്കുമ്പോൾ ഡോറിൽ വന്ന് കൂട്ടുകാരി മുട്ടുന്നുണ്ട്. ആദ്യം മുട്ടുമ്പോഴൊന്നും ഹീറോയിൻ കേൾക്കത്തില്ല, എന്തൊക്കെയോ ചിന്തയിലാണ്. പിന്നീട് ബോധം വന്നിട്ട് എന്താ പറ്റിയെന്ന് കൂട്ടുകാരിയോട് ചോദിക്കും. കൂട്ടുകാരി ഡോറൊക്കെ അടച്ചിട്ട് ഹീറോയിന്റെ അടുത്ത് വന്ന് പറയും, നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആവാൻ പോവാണോ? ഇവിടെ അങ്ങനെ പരക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആവാൻ പോവാണെന്ന്. ഈ ഡിവോഴ്സ് ആവാൻ പോകുന്നത് അറിഞ്ഞിട്ട് അഹങ്കാരി മുതലെടുത്തുകൊണ്ട് അവള് ഹോസ്റ്റായിട്ട് കയറാൻ പോവാണ്, ഭക്ഷണം വേവിക്കാനായിട്ട്, ആ ഒരു ഷോ നടത്താനായിട്ട്. നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് അവള് കയറാൻ പോവാണ്. ഇത് സത്യമാണോ? നിങ്ങൾ ഡിവോഴ്സ് ആവാൻ പോവാണ്? എന്നാൽ ഹീറോയിൻ പറയും ഒരിക്കലും അല്ലാന്ന്. ഹീറോയിൻ സത്യം പറയുന്നില്ല ആ പെൺകുട്ടിയോട്. ആ പെൺകുട്ടിക്ക് സന്തോഷമാവുന്നുണ്ട്. ഹീറോയിൻ ഡിവോഴ്സ് ആവാൻ പോവല്ലാന്ന് പറഞ്ഞപ്പോഴേ, ഡിവോഴ്സ് ആവുകയാണെങ്കിൽ ഹീറോയിന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോകും, ഇപ്പോൾ ഉള്ള പദവിയും എല്ലാം നഷ്ടപ്പെട്ടു പോകും. കൂട്ടുകാരി ഇറങ്ങി പോയ ഉടനെ അങ്ങോട്ട് അഹങ്കാരി കയറി വരും. അഹങ്കാരി വന്ന ഉടനെ ഹീറോയിൻ മൈൻഡൊന്നും ആക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അഹങ്കാരി തൊട്ടടുത്തൊരു സോഫയിൽ പോയി ഹീറോയിൻ കാണാനായിട്ടിരിക്കും. അഹങ്കാരിയോട് ഹീറോയിൻ പറയും, നീ നല്ല രീതിയിൽ പണിയെടുക്കണം, നല്ല രീതിയിൽ പണിയെടുത്താൽ നല്ല പദവിയിൽ കയറാം, അതുപോലെ തന്നെ നല്ല കഷ്ടപ്പെടണമെന്ന്. എന്നാൽ അവള് പറയും, നീ നല്ല രീതിയിൽ പണിയെടുത്തിട്ടാണോ ഈ പൊസിഷനിൽ വന്നത്? ഇതെല്ലാം നിന്റെ ഹസ്ബൻഡിന്റെ പണമാണ്, ഹസ്ബൻഡ് നിന്നെ കളഞ്ഞ ഉടനെ ഇതെല്ലാം നഷ്ടപ്പെടും, അങ്ങനെയല്ലേ? എല്ലാം നഷ്ടപ്പെടത്തില്ലേ? ഹീറോയിനെ കുറെ കുത്തലും കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഈ അഹങ്കാരി ആണെങ്കിൽ നേരത്തെ എനിക്ക് അവളെ കണ്ടപ്പോൾ പാവം തോന്നിയതായിരുന്നു, എന്നാൽ ആ പാവം ഇപ്പൊ പോയി കിട്ടി. അഹങ്കാരി അവളോട് സംസാരിച്ചപ്പോൾ അവൾക്ക് യാതൊരു വികാരം ഇല്ലായിരുന്നു, അവള് മൈൻഡ് ചെയ്തില്ലായിരുന്നു. എന്നാൽ അവള് പോയ ഉടനെ അവളുടെ വികാരം എല്ലാം പുറത്തു വന്നു. അവൾക്ക് നല്ല വിഷമമായി, കാരണം അവള് പറഞ്ഞടക്കൊക്കെയാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ ഇരിക്കവേ അവളുടെ ഫോണിലോട്ട് കോള് വരും. വിളിച്ചത് ബോസ് ആണ്. അവളൊന്ന് കാണണമെന്ന് പറയും. ബോസ് ഹീറോയിനെ വിളിപ്പിച്ചിട്ട് എന്താ കാര്യം, നീ നിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഫേക്ക് ചെയ്തതാണോ എന്ന് ചോദിക്കും. ഈ മീഡിയ കമ്പനിയിലും അവൾ അവളുടെ പേരൻസിനെ ഫേക്ക് ചെയ്തിട്ടുണ്ട്, അതിനൊരു എക്സ്പ്ലനേഷൻ വേണമെന്ന് ഇയാൾ പറയും. എന്നാൽ ഹീറോയിൻ വേറൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഞാൻ റിസൈൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ബോസിന് മനസ്സിലാവുന്നില്ല ഹീറോയിൻ എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന്. അവളുടെ മനസ്സാകെ മാറിയിട്ടുണ്ട്. ഇങ്ങനൊരു സക്സസ് അവൾക്ക് വേണ്ട. അവളുടെ കഷ്ടപ്പാടി കൂടെ കിട്ടിയതല്ല, പകരം ഹീറോന്റെ പദവി കാരണം കിട്ടിയതാണ്, ഹീറോ സഹായിച്ചത് കൊണ്ട് കിട്ടിയതാണ്. ഇത് മനസ്സിലാക്കിയപ്പോഴേ ഹീറോയിൻ ആകെ തകർന്നു പോയി. അവൾ ഇത്രയും നാൾ ഇതിന്റെ പിന്നിൽ കഷ്ടപ്പെട്ടിട്ട് എല്ലാരും വന്ന് പറയുകയാണ് ഹീറോ കാരണമാണ് ഇത് കിട്ടിയെന്ന്. അത് സത്യമാണ്, പക്ഷേ കഷ്ടപ്പെട്ട ആൾക്കാർക്ക് അതൊരുപാട് വിഷമാവത്തില്ലേ? ഈ നേരം അഹങ്കാരിയാണെങ്കിൽ ഹോസ്റ്റ് ആയിട്ട് കയറിയിട്ടുണ്ട്. ആ ഫുഡൊക്കെ വേവിക്കുന്ന ആ കോമ്പറ്റീഷൻ ഇല്ലേ, ആ ഒരു ഷോ ഇല്ലേ, അതിനകത്താണ് അവൾ ഹോസ്റ്റ് ആയിട്ട് കയറിയിരിക്കുന്നത്. അവളിപ്പോ പഴയതുപോലെ പോസ്റ്ററിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്താൽ ഹീറോയിൻ അവളുടെ റൂമിൽ വന്നിട്ട്, അവളുടെ ഓഫീസിൽ വന്നിട്ട് അവളുടെ സാധനങ്ങളൊക്കെ
സാധനങ്ങളൊക്കെ പെട്ടിയിലാക്കാണ്. ഇതും കാണിച്ചുകൊണ്ട് 15ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.